എന്റെ ദൈവമേ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. കുഞ്ഞു കിടക്കുന്ന കണ്ടില്ലയോ? എന്നെ ഉണ്ടോടാ? നീ ഇവിടുന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേ നിന്റെ കയ്യിൽ നിന്ന് താക്കോല് തറയാൻ വേണ്ടിയില്ല. അന്നേരേ എനിക്ക് എന്തോ പന്തിയോട് തോന്നിയതാ. അമ്മ ഇനിയിപ്പോ എന്തു അമ്മ താക്കോല് താഴെ വീണെന്നും പറഞ്ഞ്? നീ താക്കോലെ കുറ്റം പറഞ്ഞത് എന്തിനാ? ആ തെക്കലെ ജാനകി അവള് നിന്റെ കുഞ്ഞങ്ങോട്ട് ഇറങ്ങിയപ്പോ അവള് ഇതുവരെ മുറ്റം തൂക്കാത്ത അവള് ചൂലും കൊണ്ട് വെളിയിറങ്ങിയേക്കുന്നത്. അവളെ തിരുവോന്നം കണ്ടോണ്ടില്ലേ നീ അങ്ങോട്ട് ഇറങ്ങിയത്? അമ്മ അവർ രാവിലെയാണ് അവരുടെ മോന്റെ വീട്ടിൽ നിന്ന് വന്നത്. അതിന് അവരെ കുറ്റം പറ. എന്റെ മുത്തൂത്തപ്പോ എന്റെ കുഞ്ഞിന്റെ വണ്ടിക്ക് വട്ടം വെച്ചാ മുതുകാലം പട്ടി ഉണ്ടല്ലോ, അത് ഒരു കാലത്ത് കുണം പിടിക്കില്ലേ? വണ്ടി എടുത്ത് വർഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പോശം മൊത്തം തവിട് പൊടിയായി. വണ്ടിയുടെ കിടപ്പ് കണ്ടിട്ട് അവരെല്ലാം പറഞ്ഞ ആള് തീർന്നു. ഞാൻ പറഞ്ഞ് തീർന്നിട്ടൊന്നുമില്ല, വീട്ടിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഓ, കുഞ്ഞിനെ എല്ലാരും കൂടെ പറഞ്ഞു കൊല്ലിക്കായിരുന്നാ മതി. എടാ സത്യത്തിൽ എന്തുകൂടെ അവിടെ സംഭവിച്ചത്? എന്റെ പൊന്നി ചേട്ടാ, ഒന്നും പറയണ്ട. ഇവനാ രണ്ടാം കൊച്ചാട്ടൻ്റെ വീട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ, അവിടെ എങ്ങും ഇല്ലാത്തൊരു നശിച്ച പട്ടി നമ്മുടെ കുഞ്ഞിന്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ തൊറ്റച്ചാട്ടം. ആ പട്ടി ഇടിച്ചു തെറിപ്പിച്ചോണ്ട് ഇവൻ എന്തോ വീഴ്ച വീണെന്നറിയോ, നിലപാട് കുത്തി അവൻ വീണത്. എന്റെ കുഞ്ഞ് അതിന് നീ കണ്ടോ? ഞാൻ കണ്ടൊന്നുമില്ല. സുശീല രാവിലെ വിളിച്ചപ്പോ പറഞ്ഞത്. അവിടുത്തെ ക്യാമറ പോലും ഇതുവരെ ഒപ്പിയെടുക്കത്തില്ലോടി. അവിടെ കണ്ടോണ്ട് ഇന്നൊരു പറഞ്ഞു ജെറ്റ് വിട്ടാൻ്റെ കൂട്ടാ വന്നേന്ന്. ഞാൻ വെള്ളമാണെന്ന് പറയുന്നുണ്ട് ചിലര്. ഞാനാണോ വീണത് അവരാണോ വീണത്? എന്നെക്കാട്ടിലും അറിവാണല്ലോ അവർക്ക്. എന്തുവരെ എന്തുപടി വണ്ടി ശരിയാക്കുന്ന കാശ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലാഭമാണ്. അല്ല നമ്മുടെ പണിക്കൊന്നും പോകുന്നില്ലല്ലോ. ഇപ്പൊ വണ്ടിക്ക് എണ്ണ അടിക്കാനുള്ള കാശ് കൂടെ എനിക്ക് ലാഭമായി.